Like a Hellcat. ഹലോ ഗായ്സ്, എല്ലാവർക്കും നന്ദാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന വീണ്ടും ഒരു അച്ചാർ വീഡിയോയുമായിട്ടാണ്. നെല്ലിക്ക അച്ചാറാണ്. നമ്മളെ ചുമന്ന നെല്ലിക്ക ഉണ്ടല്ലോ, ചുമന്ന നെല്ലിക്ക അച്ചാറാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മളെ നെല്ലിക്ക. നല്ല ചുമയിരിക്കുന്ന നെല്ലിക്കയാണ്. നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ് പിടിക്കാനും പിന്നെ നമ്മളെ വയറ്റിൽ പോകും. ആ കുരു ചിലപ്പം വയറ്റിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുരു എടുത്ത് കളയാനും വേണ്ടിയാണ് നമ്മൾ ഉപ്പിലിട്ട് വെച്ചത്. അതാകുമ്പം വേഗം പിതുക്കം വഴി അങ്ങളവി വരുന്നുള്ളൂ. കാണിച്ചു തരാം ഞാൻ. പുളിക്കുന്ന വായക്ക. അപ്പം നമുക്കിതൊന്ന് ഇതിലോട്ട് കോരിയിടാം പതുക്കെ. അപ്പം നമുക്കിത് പതുക്കെ കോരിയിടാം. പതുക്കെ ഇതിലോട്ട് കോരിയിടാം. മതി. വെള്ളം ഒഴിച്ച് നമ്മളെ കാന്താരി മുളകാണ് നമ്മൾ ചതച്ചിട്ടേക്കുന്നത്. നല്ല എരി കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൽ ഞാൻ നെല്ലിക്കേര കുരു നമ്മളെ വയറ്റിൽ പോയാൽ നല്ല പ്രശ്നമാണ്. നമ്മളെ വയറൊക്കെ നല്ലോണം വേദന എടുക്കും. അപ്പം നമുക്കിതെല്ലാം പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി നമ്മളെ പൊടികളെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഗ്യാസും കത്തിച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നമുക്കിനി കടുക് വറുക്കണം. ഈ വെളുത്തുള്ളി നമുക്കൊന്ന് ചതയ്ക്കാം. അപ്പം നമുക്ക് ചതയ്ക്കാം. മതിയാവും. ചെറുതായിട്ടൊക്കെ തട്ടിയിട്ടാൽ മതി. നമ്മള് കുപ്പിയുടെ സോക്സ് വീണ്ടും മാറ്റിയിട്ടുണ്ട്. കുപ്പിയുടെ ഉടുപ്പ് ഇപ്പം ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കടുക് എടുക്കാം. അതേപോലെ വറ്റൽമുളക്, വെളുത്തുള്ളി ചതച്ചതും, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് കടുക് വറുത്തിട്ട് ഇളക്കി കൊടുക്കാൻ മതി. കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്ക ഇട്ടിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മതി. ഉലുവ അതുപോലെ തന്നെ 1/4
ഇത്തിരി ചെറിയ ഉപ്പ് മതി. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പിലിട്ട ഇതും കൂടി ആയതുകൊണ്ട്, നെല്ലിക്കയും കൂടി ആയതുകൊണ്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായി ആ മണം വരുന്നു കായത്തിൻ്റെ. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി, അല്ലെങ്കിൽ അടി പറ്റും. അപ്പം നമുക്ക് ഇത്തിരി അടച്ച് വെച്ചേക്കാം. അടച്ച് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഓഫ് ചെയ്തേക്കാം. ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തിളയ്ക്കുന്നുണ്ട് നല്ലോണം. നല്ല സൂപ്പർ അച്ചാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത്തിരി വിനാഗിരി എടുത്ത് ഒഴിച്ചു കൊടുക്കാം. പൂപ്പല് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഒരുതരം ഫംഗസ് ഉണ്ടല്ലോ മണ്ടയിൽ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നടക്കും, അത് വരാതിരിക്കാനാണ്. ചെറുതായിട്ട് ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല മണം വരുന്നുണ്ട് ഇവിടെ നിന്ന്. അപ്പം ഇനി നമുക്ക് ഇത്തിരി മാറ്റിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താണ്ട നല്ല സൂപ്പർ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ നന്ദാസ് വ്ലോഗിൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓളിൽ സെറ്റ് ചെയ്താൽ നമ്മൾ ഇതേപോലത്തെ കിടുക്കാച്ചി വീഡിയോകൾ ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ എത്തിച്ചേരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കൂട്ടുകാരെ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടൊക്കെ അറിയിട്ടുണ്ട്. സൂപ്പർ, ഒരു രക്ഷയില്ല, സൂപ്പർ, അടിപൊളി. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നാടൻ ചമ്മന്തിയും ചോറും ഈ അച്ചാറും കൂടെ കഴിക്കാൻ എന്ത് രസമാണെന്നാണ്. നല്ല ടേസ്റ്റാണ്. ഇത്രയും നല്ലോണം ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ ചമ്മന്തിയും അതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഗംഭീരം ടേസ്റ്റാണ്. അപ്പം ബൈ ബൈ.